ഹായ് ഓൾ, വെൽക്കം ടു സൈക്കോ ലേണിംഗ്. അപ്പം നമ്മൾ ഇന്ന് രണ്ടാമത്തെ യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് സെക്സ്, വാട്ട് ഈസ് ജെൻഡർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ, ഹൗ പാട്രിയാർക്കി ആൻഡ് വാട്ട് ഈസ് മെസ്കുലിനിറ്റി, വാട്ട് ഈസ് ഫെമിനിസം, വാട്ട് ഈസ് ഫെമിനിറ്റി, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ഇന്ന് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. അതാണ് നമ്മുടെ യൂണിറ്റ് 2 പേരായിട്ട് വരുന്നത്, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റീസ്. സോ നമ്മുടെ മേജർ കണ്ടന്റ് സെക്ഷുവാലിറ്റി. സോ സെക്ഷുവാലിറ്റി, വാട്ട് ഈസ് സെക്ഷുവാലിറ്റി? Sexuality is a fundamental aspect of human life that encompasses sexual orientation, desires, identity, intimacy, and reproductive behavior. It goes beyond physical acts and includes thoughts, fantasies, emotions, behaviors, values, and interpersonal relationships. So, എന്താണ് സെക്ഷുവാലിറ്റി? സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അത് ഹ്യൂമൻ ലൈഫിന്റെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്റ്റ് ആണ്. ഇത് നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷൻ, ഡിസയേഴ്സ്, ഐഡന്റിറ്റി, ഇന്റിമസി ആൻഡ് റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ, ഇതിനെല്ലാം എൻകംപാസ് ചെയ്യുന്ന ഒരു തിങ് ആണ്. ദാറ്റ് ഈസ് സെക്ഷുവാലിറ്റി. സോ ഇറ്റ് ഗോസ് ബിയോണ്ട് physical acts and include thoughts, fantasies, emotions, behaviors, values and interpersonal relationships. ഇത് ഫിസിക്കൽ ആക്ട്സിനെ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ഫാന്റസീസിനെയും ഇമോഷൻസ്, ബിഹേവിയേഴ്സ്, വാല്യൂസ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇതിനെ എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റി. സോ അക്കോർഡിംഗ് ടു WHO 2002, sexuality is shaped by the interaction of multiple influences. അതായത് നമ്മുടെ അക്കോർഡിംഗ് ടു WHO അക്കോർഡ് ചെയ്യുന്ന സമയത്ത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി ഷേപ്ഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസസ്. അതെന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഡയമെൻഷൻസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസ്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കോണ്ടെക്സ്റ്റ്, റിലീജിയസ് ആൻഡ് മോറൽ ബിലീഫ്സ്. ഇതൊക്കെയാണ് നമ്മുടെ സെക്ഷുവാലിറ്റിനെ ഷേപ്പ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസസ്. So, sexuality is a dynamic and lifelong process evolving with the individual experiences and social environments. That is sexuality basically. So, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസേൺ, അതായത് നമ്മൾ അതൊരു ഫിസിക്കലി ഉള്ളതിനേക്കാൾ ഉപരി നമുക്ക് വരുന്ന നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷന്റെയും നമ്മുടെ ഐഡന്റിറ്റിയുടെയും നമ്മുടെ ഇന്റിമസി, അതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ സെക്ഷുവാലിറ്റി ഈസ് ഓൾസോ സോഷ്യലി കൺസ്ട്രക്റ്റഡ്. ഹൗ സെക്ഷുവാലിറ്റി ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്? സെക്ഷുവാലിറ്റി ഈസ് നോട്ട് പ്യുവർലി ബയോളജിക്കൽ ഓർ നാച്ചുറൽ. അതായത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബയോളജിക്കലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല. റാദർ ഇറ്റ് ഈസ് ഷേപ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ്. അതായത് ഇത് റെഗുലേറ്റ് ചെയ്തേക്കുന്നത്, അതായത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കാര്യം റെഗുലേറ്റ് ചെയ്തേക്കുന്നത് സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ് മുഖേനയാണ്. Just like taste in food is influenced by family traditions, culture and gender roles, expressions of desire and intimacy are also formed through socialization. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പഠിച്ചിരുന്നത് രാജസ്ഥാനിലാണ്. ഇപ്പൊ രാജസ്ഥാൻ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദം ആർ വെജിറ്റേറിയൻസ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലോട്ട് പോവാന്നുണ്ടെങ്കിൽ അവർ കൂടുതലും നോൺ വെജ് കഴിക്കുന്നവരാണ്. അവർ കൂടുതലും ഇപ്പം നാഗാലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവരിൽ 99% അവർ നോൺ വെജ് കഴിക്കുന്നവരാണ്, ഒരു പോർക്ക് കഴിക്കുന്നവരാണ്. പക്ഷെ 1% മാത്രമാണ് അവരിൽ വെജ് ഉള്ളത്, മീൻസ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? അവരുടെ ഫാമിലി ട്രഡീഷൻ, അല്ലെങ്കിൽ അവർ വളർന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റി എങ്ങനെയാണോ, അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് എങ്ങനെയാണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഫുഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാകട്ടെ. അവരുടെ ഫാമിലി ട്രഡീഷൻ എങ്ങനെയാണോ അതുകൊണ്ടാണ് അവരുടെ ഫുഡ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, ജസ്റ്റ് ലൈക്ക് ദ ഫുഡ്, ആസ് ഐ മെൻഷൻഡ് ഏർലിയർ. സോ factors such as gender, caste, class, religion, region and family norms determine how sexuality is understood and accepted. For example, a case study illustrates how a woman's food preferences were shaped by household expectations and gender roles. Similarly, society controls desires through rules about who can love or marry whom, at what age, and within which caste or religion. Institutions such as marriage, religion and patriarchy regulate sexuality and restrict individual freedom. അതായത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കൺട്രോൾ, നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഡിസയർ ഉണ്ട്. അതായത്
ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീയും പുരുഷനും ഇന്ന സമയത്ത് വിവാഹം കഴിക്കണം. അതായത് നമ്മൾ 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സാകുമ്പോൾ പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ 18 വയസ്സാകുന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര പ്രഷറാണ് കുട്ടിക്ക് കല്യാണം നോക്കുന്നില്ലേ, വീട്ടുകാരേക്കാൾ നാട്ടുകാർക്കാണ് അതിൽ അതായത് നമ്മുടെ സൊസൈറ്റിക്കാണ് അവരിൽ ഭയങ്കര ഉന്മേഷമുള്ളത്. അതെന്തുകൊണ്ടാണ്? സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തേക്കുവാണ്. 18 കഴിഞ്ഞാൽ പെൺകുട്ടി വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഒരു 21, 22 ഒരു PG കയ്യാറാകുമ്പോഴേക്കും കുട്ടിക്ക് ചെക്കൻ നോക്കി തുടങ്ങണം. അല്ലെങ്കിൽ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യമാണ് ചെറുക്കന്മാരാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർ പഠിത്തം കഴിഞ്ഞ് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കണം. ആ ഒരു രീതിയിൽ സൊസൈറ്റി സ്ട്രക്ചർ ആണത്. അത് നമ്മുടെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് സെക്ഷുവാലിറ്റി. ഇറ്റ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. സോ സൊസൈറ്റി കൺട്രോൾസ് ഡിസയേഴ്സ് ത്രൂ റൂൾസ് അബൌട്ട് ഹു ക്യാൻ ലവ് ഓർ മാരി ഹൂം അറ്റ് വാട്ട് ഏജ്. നമ്മൾ കല്യാണത്തിന്റെ കാര്യമാണെങ്കിലും ഏത് പ്രായത്തിൽ വിവാഹം കഴിക്കണം എന്നുള്ളത് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് വിത്തിൻ വിച്ച് കാസ്റ്റ് ഓർ റിലീജിയൻ ലൈക്ക് ദാറ്റ്. Thus, sexuality is constructed, learned and controlled within social systems rather than being fixed or purely personal. സോ ഇപ്പം ഞാനിപ്പോൾ സെക്ഷുവാലിറ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മളിപ്പം നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മുടെ ഇപ്പൊ 21st സെഞ്ചുറിയിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് LGBTQ കമ്മ്യൂണിറ്റി, ജെൻഡർ, സെക്ഷുവാലിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ. സോ സെക്ഷൽ ഓറിയന്റേഷൻ, ഇപ്പൊ ജെൻഡർ സെക്ഷൽ ഓറിയന്റേഷൻ രണ്ടും ഡിഫറെന്റ് ആണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നത്തെ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെൻഡർ എന്ന് പറയുമ്പോൾ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ആൻഡ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന, അതായത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, അതാണ് സെക്ഷൽ ഓറിയന്റേഷൻ. സോ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ, എ പേഴ്സൺ നെയ്മഡ് ഐഷ ഫീൽസ് ഇമോഷണലി ആൻഡ് റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ടു വുമൻ റാദർ ദാൻ മെൻ. ദാറ്റ് ഇസ് സെക്ഷൽ ഓറിയന്റേഷൻ. അതായത് നമ്മളിപ്പം LGBTQIA++ കമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സെക്ഷൽ ഓറിയന്റേഷൻ. അതായത് അവർക്ക് അവരുടെ സെക്ഷൽ അട്രാക്ഷൻ അത് മീൻസ് ഒരിക്കലും ഒരു ഹെട്രോസെക്ഷൽ ആയിരിക്കില്ല, മേ ബി അത് ഹോമോസെക്ഷൽ ആകാം. അതായത് ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ വിമൻ ഹു ഹാവ് സെക്ഷൽ അട്രാക്ഷൻ വിത്ത് വിമൻ, ആൻഡ് ഗേ എന്ന് പറയുമ്പോൾ മെൻ ഹു ഹാവ് അട്രാക്ഷൻ വിത്ത് മെൻ ഓർ മെയിൽ. സോ ലൈക്ക് ദാറ്റ് ദർ ഈസ് LGBTQIA++ കമ്മ്യൂണിറ്റി. അതൊരു എക്സാമ്പിൾ ആണ്. ഇതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളിലൊക്കെ ഇപ്പം ഫേമസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആദില നൂറ. അവര് നമ്മുടെ ലെസ്ബിയൻ എന്ന് പറയുന്ന LGBT കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ്. അത് എന്തുകൊണ്ടാണ്? അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ, അതായത് ആദില നൂറ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ, ദേ ഹാവ് സെക്ഷൽ അട്രാക്ഷൻ വിത്ത് ദ ഫീമെയിൽ. They both are females and they have the sexual attraction with the females. So അതാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ എക്സാമ്പിൾ ഇസ് ആദില ആൻഡ് നൂറ. സോ who there we have questions like who we are emotionally attracted to, who we are romantically interested in, who we may physically attracted to. That is basically related with the sexuality. So heterosexual, there is 3 concepts in sexuality, like heterosexual, bisexual and asexual. It is also part of LGBTQ community. Like there is heterosexual എന്ന് പറയുമ്പോൾ നോർമലി ബോയ് ഹു ഹാവ് ദ സെക്ഷൽ അട്രാക്ഷൻ വിത്ത് ദ വുമൻ. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നുന്നതും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നതും, ദാറ്റ് ഈസ് ഹെട്രോസെക്ഷൽ. ആൻഡ് ഹോമോസെക്ഷൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ, അതായത് സെയിം സെക്സിനോടോ അല്ലെങ്കിൽ സെയിം ജെൻഡറിനോടോ തോന്നുന്ന അട്രാക്ഷൻ. സോ ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ മെൻ ഓർ വുമൻ ഹു ഹാവ് ദ അട്രാക്ഷൻ വിത്ത് ബോത്ത് ജെൻഡർ. അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും സ്ത്രീയോടും സെക്ഷൽ അട്രാക്ഷനോ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും സ്ത്രീയോടും സെയിം അട്രാക്ഷൻ തോന്നുന്നതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ആൻഡ് ഏസെക്ഷൽ എന്ന് പറയുന്നത് നോ സെക്ഷൽ അട്രാക്ഷൻ. അതായത് ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നാതിരിക്കുക, അതിന്റെ പേരാണ് ഏസെക്ഷൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി സെക്ഷുവാലിറ്റിയിൽ വരുന്ന സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ സെക്ഷുവാലിറ്റി ആസ് എൻ ആസ്പെക്ട് ഓഫ് ലൈഫ്, അത് എങ്ങനെയാണ്? സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ആസ്പെക്ട് ആവുന്നത് എങ്ങനെയാണ്? സെക്ഷുവാലിറ്റി ഇൻഫ്ലുവൻസസ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഓഫ് എവറിഡേ ലൈഫ് ആൻഡ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ കോൺസിക്വൻസസ്. ഇറ്റ് അഫക്ട്സ്, ഇത് നമ്മൾ ഈ ഒരു സെക്ഷുവാലിറ്റി ഇൻഫ്ലുവൻസസ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഓഫ് എവറിഡേ ലൈഫ്, അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? Sexuality majorly affecting 3 major components like education, mobility, health. How it affects education? Many girls discontinue schooling due to fear of sexual harassment, stigma, or
early control of mobility during adolescence. അതായത് നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റും സ്റ്റിഗ്മാസും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം. ആൻഡ് ഇതെങ്ങനെയാണ് മൊബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നത്? വുമൻസ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ഹോം ഈസ് ഓഫ്റ്റൻ റെസ്ട്രിക്റ്റഡ് ഇൻ ദ നെയിം ഓഫ് സേഫ്റ്റി, ലിമിറ്റിംഗ് ആക്സസ് ടു പബ്ലിക് സ്പേസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കാതിരിക്കും. ഇപ്പൊ ഞാനിപ്പം രാജസ്ഥാനിലായിരുന്നല്ലോ. അപ്പൊ രാജസ്ഥാനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം. അതായത് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ അവരുടെ കൾച്ചറൽ കാര്യങ്ങൾ വെച്ചിട്ടാവട്ടെ, ഇതുപോലുള്ള മൊബിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവട്ടെ, മീൻസ് ഇപ്പം അജ്മീർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് രാജസ്ഥാനിൽ. അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ വിമൻസോ അവരൊരിക്കലും തനിയെ രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്ട് വിട്ട് പുറത്തു പോയിട്ടില്ല. അവരെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അതുപോലെ തന്നെ അവരെ അജ്മീർ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ജയ്പൂർ ഡിസ്ട്രിക്ട് ഇതിന്റെ പുറത്തോട്ട് അവരെ പഠിക്കാൻ വിടത്തില്ല. കാരണം എന്തുകൊണ്ടാ? മീൻസ് ഈ ഒരു സെക്ഷുവാലിറ്റി ഇതുപോലെയുള്ള കുറെ കമ്പോണൻസ് റിലേറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഈ കൾച്ചറൽ നോംസ്, സൊസൈറ്റൽ നോംസ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് സൊസൈറ്റി, സോഷ്യൽ നോംസ് ആൻഡ് ദ കൾച്ചറൽ വാല്യൂസ് നോംസ്. അപ്പൊ ഇതെല്ലാം ഈ രാജസ്ഥാനിന്റെ ഞാനിപ്പോ പറഞ്ഞ സിറ്റുവേഷൻ ഇതിനൊരു എക്സാമ്പിൾ ആണ്. മൊബിലിറ്റി ആൻഡ് ഹെൽത്ത്. Shame, silence and taboos surrounding sexual and reproductive health prevents girls and women from seeking medical care, leading to untreated health issues and preventable complications. അതായത് നമ്മൾ ഈ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ ഗേൾസിന് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഗേൾസിന് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ കെയറോ സീക്ക് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അവിടെ ടാബൂസും ഷെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മീൻസ് അതിനു വേണ്ടി തയ്യാറാകുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പോ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത് ഇപ്പം STDs കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് മെഡിക്കൽ കെയർ സീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഷെയിമായിട്ട് കാണുന്ന സൊസൈറ്റി ഉണ്ട്. സോ അങ്ങനെ വെക്കുമ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പോണന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. So sexuality shapes opportunities, choices and well-being, often reinforcing gender inequality in society. അടുത്തതായിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് സെക്ഷൽ ഹൈറാർക്കി. വാട്ട് ഈസ് സെക്ഷൽ ഹൈറാർക്കി? Sexual hierarchy refers to the social ranking of sexual behaviors, identities and relationships. അതായത് സെക്ഷൽ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇത് നമ്മുടെ സെക്ഷൽ ബിഹേവിയേഴ്സിന്റെയും ഐഡന്റിറ്റീസിന്റെയും റിലേഷൻഷിപ്പിന്റെയും എല്ലാം ഒരു സോഷ്യൽ റാങ്കിങ് ആണ്. അതായത് സൊസൈറ്റി കൊടുത്തിട്ടുള്ള ഒരു റാങ്കിങ് ആണ്. Society decides which kind of relationships are acceptable and normal and which are deviant and or unacceptable. അതായത് സൊസൈറ്റി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ റിലേഷൻഷിപ്പ് ആണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡീവിയന്റ് അല്ലെങ്കിൽ അൺആക്സെപ്റ്റ്, നമുക്ക് സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ഏതൊക്കെയാണെന്നുള്ളത് സൊസൈറ്റി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സോഷ്യൽ നോംസ് ആൻഡ് പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റി. ഐഡിയലൈസ്ഡ് ആൻഡ് സോഷ്യലി അപ്രൂവ്ഡ് മോഡൽ. അതായത് സൊസൈറ്റി ഓൾറെഡി എഗ്രി ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽസ് ഉണ്ട്. ഹെട്രോസെക്ഷൽ, മോണോഗമസ്, മാരീഡ്, വിത്തിൻ സെയിം കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ. ദീസ് ആർ കൺസിഡർഡ് റെസ്പെക്റ്റബിൾ ആൻഡ് ലെജിറ്റിമേറ്റ്. അതായത് സൊസൈറ്റി പറയുന്നത് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് ഓർ മോണോഗമസ് ഓർ മാരീഡ് വിത്തിൻ സെയിം കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ, ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ നോംസിനെ പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റി ആയിട്ട് നമ്മുടെ സൊസൈറ്റി കാണുന്നത്. സോ ഇവിടെ നമുക്ക് 3 ഇത് വന്നിട്ട്, അതായത് ടേംസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഹെട്രോസെക്ഷൽ? ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മെൻ അല്ലെങ്കിൽ വിമൻ ദേ ഹാവ് ദ സെക്ഷൽ അട്രാക്ഷൻ വിത്ത് ഓപ്പോസിറ്റ് ജെൻഡർ ഓർ സെക്സ്. അതായത് മെന്നിന് വിമനോടോ വിമന് മെന്നിനോടോ തോന്നുന്ന ഒരു അട്രാക്ഷൻ. സോ ഇത് എങ്ങനെയാണ് സെക്ഷുവാലിറ്റി മീൻസ് ഈ ഒരു ടേം എങ്ങനെയാണ് സെക്ഷുവാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഹെട്രോസെക്ഷൽ. സൊസൈറ്റി പ്രിവിലേജസ് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്സ് ആസ് ദ നോർമൽ. അതായത് ഹോമോസെക്ഷൽ എന്ന് പറയുന്ന സമയത്ത് സെയിം ജെൻഡർ തമ്മിലുള്ള അട്രാക്ഷൻ, സെയിം സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ, വിമൻ ഹു ഹാവ് അട്രാക്ഷൻ വിത്ത് വിമൻ, അതാണ് ഹോമോസെക്ഷൽ. ദാറ്റ് ഈസ് അബ്നോർമൽ. സൊസൈറ്റി പറയുന്നു അത് അബ്നോർമൽ ആണ്, അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പകരം ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് നോർമൽ ആയിട്ടുള്ളത്. അതാണ് റിലേഷൻ ടു സെക്ഷുവാലിറ്റി, ഹെട്രോസെക്ഷൽ. ആൻഡ് മോണോഗമസ് എങ്ങനെയാണ് നമ്മുടെ പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റി ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റി എക്സ്പെക്ട് സെക്ഷുവൽ ആക്ടിവിറ്റി ടു ഹാപ്പൻ ഓൺലി ബിറ്റ്വീൻ 2 കമ്മിറ്റഡ് പാർട്ട്നേഴ്സ്. അതായത് സൊസൈറ്റി പറയുന്നത് 2 കമ്മിറ്റഡ് പാർട്ട്നേഴ്സ് ബിറ്റ്വീൻ മാത്രമേ സെക്ഷുവാലിറ്റി
ഉണ്ടാകാൻ പാടുള്ളൂ, സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ പോളിയാമറിയോ ഉണ്ടാകുന്നത് സൊസൈറ്റി ജഡ്ജ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ടാണ് മോണോഗമസ് ഒരു പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റി ആയിട്ട് വരുന്നത്. ദെൻ മാരീഡ് എങ്ങനെയാണ് ഒരു പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റി ആയിട്ട് വരുന്നത്? സൊസൈറ്റിയുടെ കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷുവാലിറ്റി ഔട്ട്സൈഡ് മാരേജ്, അതായത് പ്രീ മാരിറ്റൽ മാരേജോ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ എക്സ്ട്രാ മാരിറ്റൽ സെക്സോ എന്ന് പറയുന്നത് ഈസ് കൺട്രോൾഡ്, റെസ്ട്രിക്റ്റഡ് ഓർ ഷെയ്ംഡ്. അതായത് നമ്മുടെ ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതൊക്കെ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ഷെയിം ആയിട്ടുള്ള കാര്യമാണ്. അത് കൺട്രോൾഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പം നമ്മുടെ ഒരു മൂവി ഉണ്ടായിരുന്നു, അതായത് മായാനദിയിൽ പറയുന്നുണ്ട്, മായാനദിയിൽ ഒരു ഡയലോഗ് ഉണ്ട്, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്, സംതിങ് ലൈക്ക് ദാറ്റ്. അത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് മീൻസ് കുറെ നോർമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം സൊസൈറ്റിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പിലാവട്ടെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലാവട്ടെ അതൊരിക്കലും നോർമൽ അല്ല. അതെന്ന് പറയുന്നത് മാരീഡ് എന്ന് പറയുന്ന ഒരു ഫോമുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം മാരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ, ഒരു 2 പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആണ്. അവിടെ ഒരിക്കലും പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പോ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ സൊസൈറ്റി അലോ ചെയ്യില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു അൺഅക്സെപ്റ്റബിൾ ആണ്, അബ്നോർമൽ ആണ്. ആൻഡ് വിത്തിൻ സെയിം കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ, അതെന്ന് പറയുമ്പോൾ സെക്ഷുവാലിറ്റി ഈസ് ഗവേൺഡ് ടു മെയിൻറ്റെയിൻ ഫാമിലി സ്റ്റേറ്റസ്, കൾച്ചറൽ പ്യൂരിറ്റി. അപ്പം ഇന്റർ കാസ്റ്റ് റിലേഷൻഷിപ്പോ ഇന്റർ റിലീജിയൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് കൾച്ചറൽ പ്യൂരിറ്റീനെയും അതുപോലെ തന്നെ ഫാമിലി സ്റ്റാറ്റസിനെ എല്ലാം അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അത് നിലവിൽ നോർമലൈസ് ചെയ്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഡീപ്പായിട്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നിലവിൽ സൊസൈറ്റിക്ക്. സോ മാർജിനലൈസ്ഡ് റിലേഷൻഷിപ്സ്, മാർജിനലൈസ്ഡ് ഈ സെക്ഷൽ ഹയറാർക്കിയുടെ കാര്യങ്ങളിൽ ഞാനിപ്പോൾ പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്? സെയിം സെക്സ് റിലേഷൻഷിപ്സ്, അതായത് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ള കമ്മ്യൂണിറ്റി, ആൻഡ് ഇന്റർ കാസ്റ്റ് ആൻഡ് ഇന്റർ റിലീജിയസ് മാരേജസ്, നോൺ മോണോഗമസ് ആൻഡ് അൺമാരിഡ് റിലേഷൻഷിപ്സ്. ഈ അൺമാരിഡ് റിലേഷൻഷിപ്പ് നമുക്ക് ലിവിങ് ടുഗെദർ, അതൊക്കെ നമ്മുടെ ഇപ്പം ഈ നിലവിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. ഈ അൺമാരിഡ് റിലേഷൻഷിപ്സ് അതെല്ലാം നമുക്ക് ഈ മാർജിനലൈസ്ഡ് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. ദീസ് ആർ ഓഫ്റ്റൻ സ്റ്റിഗ്മറ്റൈസ്ഡ്, ക്രിമിനലൈസ്ഡ് ഓർ സെക്ഷുവലി എക്സ്ക്ലൂഡഡ്. സൊസൈറ്റിയുടെ കണ്ണോട് നോക്കുമ്പോൾ ഇതെല്ലാം അബ്നോർമൽ ആണ്, ഇതൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സൊസൈറ്റിയിൽ. സോ ഗെയിൽ റൂബിൻ പറയുന്ന ചാമഡ് സർക്കിൾ തിയറിയിൽ ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ സൊസൈറ്റി കാറ്റഗറൈസസ് സെക്ഷൽ പ്രാക്ടീസസ് inside the circle, that is privileged, outside the circle, that is stigmatized. അതായത് according to Gail Rubin, there is 2 categories, privileged category and stigmatized category. If we have a circle, there is inside circle and outside circle. Inside circle വരുന്നതാണ് privileged and outside circle വരുന്നതാണ് stigmatized. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻസൈഡ് സർക്കിളിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ഹെട്രോസെക്ഷൽ, മോണോഗമി, മാരിറ്റൽ സെക്സ്, റീപ്രൊഡക്റ്റീവ് പെർവേഴ്സ്, അതായത് പ്രിവിലേജ്ഡ് ഫോംസ് ഓഫ് സെക്ഷുവാലിറ്റിയിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ഇൻസൈഡ് സർക്കിളിൽ വരുന്നത്. ആൻഡ് ഔട്ട്സൈഡ് സർക്കിളിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ഓർ റിലേഷൻഷിപ്സ് ലൈക്ക് ഹോമോസെക്ഷുവാലിറ്റി, കാഷ്വൽ സെക്സ്, BDSM, സെക്സ് വർക്ക്, അതൊക്കെ നമ്മുടെ ഔട്ട്സൈഡ് സർക്കിളിൽ വരുന്നതാണ്. സോ ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ഹൗ മോറൽ ജഡ്ജ്മെന്റ്സ് ക്രിയേറ്റ് സെക്ഷൽ ഇൻഇക്വാലിറ്റി. അടുത്ത ഒരു മേജർ ടോപ്പിക് ആണ് സെയിം സെക്സ് ഡിസയേഴ്സ്. എന്താണ് സെയിം സെക്സ് ഡിസയർ? Same sex desires refer to romantic or sexual attraction between individual of the same gender. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ kind of homosexuality. അതായത് same sex desires refer to romantic or sexual attraction between individual of the same gender. Same genderലുള്ള ഇൻഡിവിജ്വൽസിന് സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് തോന്നുവാണ് between same gender. These desires have existed across history and cultures but are often silenced or denied in society. അതായത് ഈ ഒരു ഡിസയർ നമ്മുടെ ഹിസ്റ്ററിയിലും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സൊസൈറ്റി കാരണം അത് സൈലൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡിനൈ ചെയ്തിട്ടോ ഇരിക്കുകയാണ്. കാരണം സൊസൈറ്റിയുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് നോർമൽ അല്ല, അബ്നോർമൽ ആണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. So what is social perception according to same-sex desire? Often labeled as abnormal, unnatural or immoral due to rigid cultural, religious and patriarchal norms. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൊസൈറ്റി ലേബൽ ചെയ്തേക്കുന്നത് ഇത് അബ്നോർമൽ ആണ്, അൺനാച്ചുറൽ ആണ്, ഇമ്മോറൽ ആണ്, ബിക്കോസ് ഓഫ് ദ റിജിഡ് കൾച്ചറൽ, റിലീജിയൻ ആൻഡ് പാട്രിയാർക്കൽ നോംസ്.
seen as threat to traditional expectations of marriage and reproduction. ഈ സെയിം സെക്സ് ഡിസയർ എന്ന് പറയുന്നത് സോഷ്യൽ പെർസെപ്ഷനിൽ അബ്നോർമൽ ആവാൻ കാരണമാവാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഇത് ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ് ഓഫ് മാരേജിനെയും റീപ്രൊഡക്ഷനെയും എല്ലാം ഒരു ത്രെറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് സോഷ്യൽ പെർസെപ്ഷനിൽ സെയിം സെക്സ് ഡിസയർ ഒരു അബ്നോർമൽ ആയിട്ട് വരുന്നത്. സോ വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ്? സൈലൻസ് ആൻഡ് സ്റ്റിഗ്മ. പീപ്പിൾ ആർ ഡിസ്കറേജ്ഡ് ഫ്രം എക്സ്പ്രസിംഗ് ദെയർ ഐഡന്റിറ്റി. അതായത് സൊസൈറ്റിയുടെ മുന്നിൽ അവരവരുടെ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ മീൻസ് അവർക്ക് ധൈര്യം ഉണ്ടാവുന്നില്ല. കാരണം സൊസൈറ്റി ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇഫ് ദേ ഐഡന്റിഫൈ ദെയർ സെൽഫ് ആസ് homosexual person, then he will tagged as abnormal person or abnormal sexuality, like that. Family and societal violence, forced marriage, emotional abuse, conversion attempts. Exclusion and discrimination at educational institutions, workplaces and public spaces. അതായത് ഇപ്പൊ അവരവരുടെ ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ലെവലിലാണ്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, വർക്ക് പ്ലേസസിൽ, പബ്ലിക് പ്ലേസസിൽ. ഇപ്പൊ നിലവിൽ അത് നോർമലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അത് കൂടുതൽ പേരും അതിന്റെ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നവരാണ്. ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അവർ സ്ട്രെസ്, ഡിപ്രഷൻ, ഐസൊലേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് സപ്പോർട്ട് കാരണം അവർ ഐസൊലേറ്റഡ് ആകുന്നുണ്ട്, ഡിപ്രസ്ഡ് ആകുന്നുണ്ട്, സ്ട്രെസ് ആകുന്നുണ്ട്. So why same-sex relationships are marginalized? They challenge patriarchy. Patriarchy എന്താണെന്ന് ഞാൻ യൂണിറ്റ് 1 മീൻസ് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പാട്രിയാർക്കി, അതിന്റെ ഡിഫറെന്റ് ടേംസ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ. സോ ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാട്രിയാർക്കിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രോൾ ഓവർ വിമൻസ് ബോഡീസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് റോൾ. അതായത് നമ്മുടെ വിമൻസിന്റെ ബോഡീസിനെയും റീപ്രൊഡക്റ്റീവ് റോൾസിനെയും കൺട്രോൾ ചെയ്യുന്ന പാട്രിയാർക്കിനെ ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്രേക്ക് ദ നോംസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ലീനിയേജ് ആൻഡ് ഹെട്രോണോമേറ്റീവ് ഫാമിലി സ്ട്രക്ചർ. സോ അതുകൊണ്ടാണ് നമ്മുടെ സെയിം സെക്സ് റിലേഷൻഷിപ്പ് മാർജിനലൈസ്ഡ് ആകുന്നത്. സോ ഗുഡ് വുമൺ വേഴ്സസ് ബാഡ് വുമൺ എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഗുഡ് വുമൺ, എങ്ങനെയാണ് ബാഡ് വുമൺ. സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ഓഫ് എ ഗുഡ് വുമൻ. നമ്മുടെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് എന്താണ് ഒരു ഗുഡ് വുമൻ? എക്സ്പെക്റ്റഡ് ടു ബി ഒബീഡിയന്റ് ആൻഡ് സബ്മിസീവ്. അതായത് ഒരു ഗുഡ് വുമൻ എന്ന് പറയുമ്പോൾ ഭയങ്കര അനുസരണയുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. ഡ്രസ്സസ് മോഡസ്റ്റ്ലി അക്കോർഡിംഗ് ടു കൾച്ചറൽ നോംസിനെ അക്കോർഡ് ചെയ്തുകൊണ്ട് അവർക്ക് മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യാം. ഈറ്റ്സ് ലാസ്റ്റ് ആഫ്റ്റർ സെർവിങ് ദ ഫാമിലി. ലിസൺ ടു മെൻ ആൻഡ് റെസ്പെക്ട്സ് മെയിൽ അതോറിറ്റി. മെയിൽ അതോറിറ്റിയെയും മെയിൽസിനെ നമ്മൾക്ക് അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കണം. അവരുടെ അതോറിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സപ്പോസ്ഡ് ടു ഹൈഡ് ഓർ സപ്രസ് സെക്ഷുവൽ ഡിസയർ. അതായത് അവരുടെ സെക്ഷുവൽ ഡിസയർ അല്ലെങ്കിൽ സെക്ഷുവൽ അട്രാക്ഷൻ, സെക്ഷുവൽ ഡിസയർ, അത് കാര്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി വെക്കണം, സപ്രസ് ചെയ്യണം, ഹൈഡ് ചെയ്യണം. അതാണ് സോഷ്യൽ സൊസൈറ്റി പറയുന്ന ഒരു ഗുഡ് വുമൻ. ആൻഡ് പ്രൈമറി റോൾസ് കെയർ ഗിവിങ്, സാക്രിഫൈസ്, സൈലൻസ്, പേഷ്യൻസ്. അതായത് ഞാൻ ഇപ്പം ഫെമിനിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊസൈറ്റി പറയുന്ന ഫെമിനിറ്റി എന്ന് പറയുന്നത് കെയർ ഗിവിങ് ആണ്. പിന്നെ 3 മേജർ റോൾസ് ഓഫ് വുമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റീപ്രൊഡക്റ്റീവ് റോള്, പ്രൊഡക്റ്റീവ് റോള്, കെയർ ഗിവിങ് റോൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ പ്രൈമറി റോൾസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് വുമന്റെ പ്രൈമറി റോളായിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്തേക്കുന്നത് കെയർ ഗിവിങ്, സാക്രിഫൈസ്, സൈലൻസ് ആൻഡ് പേഷ്യൻസ്. So perception of a bad woman according to social construction. Independent and financially or self-reliant. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഒരു ഫിനാൻഷ്യലി സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ സൊസൈറ്റിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ബാഡ് വുമൻ ആണ്. മേക്സ് ചോയ്സസ് അബൌട്ട് ക്ലോത്തിങ്, ഫുഡ് ആൻഡ് റിലേഷൻഷിപ്സ്. സ്വന്തമായിട്ടൊരു ചോയ്സ്, തന്റെ ക്ലോത്തിങ്ങിലോ ഫുഡിലോ റിലേഷൻഷിപ്പിലോ സ്വന്തമായിട്ടൊരു ചോയ്സ് ഉള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചോയ്സ് ഒരു നമ്മുടെ പേഴ്സ്പെക്റ്റീവ് പറയുന്ന സ്ത്രീ, ആ സ്ത്രീ സൊസൈറ്റിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ബാഡ് വുമൺ ആണ്. സ്പീക്സ് ഓപ്പൺലി ആൻഡ് എക്സ്പ്രസ് ഒപ്പീനിയൻസ്. അതായത് തന്റെ ഒപ്പീനിയൻ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആള് ബാഡ് വുമൺ ആണ്. കൺട്രോൾസ് ഹെർ ബോഡി ആൻഡ് സെക്ഷുവാലിറ്റി. അതായത് തന്റെ ബോഡിയുടെ മേൽ അല്ലെങ്കിൽ തന്റെ സെക്ഷുവാലിറ്റിയുടെ മേലിൽ തനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ താൻ നോ പറയേണ്ട സ്ഥലത്ത്, ഇപ്പം എന്തെങ്കിലും ടച്ചോ കാര്യങ്ങളോ നമുക്ക് അൺകംഫർട്ടബിൾ ആകുന്ന സമയത്ത് നോ എന്ന് പറയുന്നയാൾ അല്ലെങ്കിൽ തന്റെ ബോഡിയുടെയോ സെക്ഷുവാലിറ്റിയുടെ മേളിൽ കൺട്രോൾ വെക്കുന്നയാൾ സൊസൈറ്റിയുടെ കണ്ണിൽ ബാഡ് വുമൺ ആണ്. seen as rebellious or characterless when breaking norms. സൊസൈറ്റിയുടെ കണ്ണിൽ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കൾച്ചറൽ നോംസോ അല്ലെങ്കിൽ സൊസൈറ്റൽ നോംസോ ബ്രേക്ക് ചെയ്യുന്നയാൾ റെബലിയസ് ആയിട്ടും ക്യാരക്ടർലെസ് ആയിട്ടാണ് സൊസൈറ്റി
കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. So, role of sexuality norms. Society uses the good woman ideal to control women's bodies and desires, maintains patriarchal power by regulating women's behavior and mobility, defining moral boundaries of femininity, punishing women who step outside traditional role. അതായത് സെക്ഷുവാലിറ്റി നോംസ്, റോൾ ഓഫ് സെക്ഷുവാലിറ്റി നോംസ് എന്ന് പറയുന്നത് സൊസൈറ്റി യൂസസ് ദ ഗുഡ് വുമൻ ഐഡിയൽ ടു കൺട്രോൾ വുമൻസ് ബോഡീസ് ആൻഡ് ഡിസയേഴ്സ്. വുമൻസിന്റെ ബോഡീസും ഡിസയേഴ്സും കൺട്രോൾ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് സൊസൈറ്റി ഗുഡ് വുമൻ എന്ന് പറയുന്ന ഒരു ടാഗ്ലൈൻ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. സോ മെയിൻറ്റെയിൻസ് പാട്രിയാർക്കൽ പവർ ബൈ റെഗുലേറ്റിംഗ് വുമൻസ് ബിഹേവിയർ ആൻഡ് മൊബിലിറ്റി. വുമൻസിന്റെ ബിഹേവിയറും മൊബിലിറ്റിയും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫൈനിങ് വേണ്ടിയിട്ട് പണിഷിംഗ് വിമൻ ഹൂ സ്റ്റെപ്പ് ഔട്ട്സൈഡ് ട്രഡീഷണൽ റോൾസിന്റെയോ കൾച്ചറൽ നോംസിന്റെയോ സൊസൈറ്റൽ നോംസിന്റെയോ പുറത്ത് നിൽക്കുന്ന ആളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ റോൾ ഓഫ് സെക്ഷുവാലിറ്റി നോംസ് എന്ന് പറയുന്നത്. സോ അടുത്തത് സെക്ഷൽ പ്ലഷർ ആൻഡ് എംപവർമെന്റ്. സോ വാട്ട് ഈസ് സെക്ഷൽ എംപവർമെന്റ്? റെക്കഗ്നൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വൺസ് സെക്ഷൽ ഡിസയർ വിത്തൗട്ട് ഷെയിം. അതായത് ഒരാളുടെ തന്റെ പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ തന്റെയോ സെക്ഷൽ ഡിസയർ വിത്തൗട്ട് ഷെയിമില്ല. മീൻസ് നമ്മളിപ്പം നേരത്തെ മുന്നേ ഗുഡ് വുമൺ ബാഡ് വുമണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെക്ഷൽ ഡിസയറും കാര്യങ്ങളും സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക, അതാണ് ഒരു ഗുഡ് വുമന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ മീനിങ് ഓഫ് സെക്ഷൽ എംപവർമെന്റ് എന്ന് പറയുന്നത് തന്റെ സെക്ഷൽ ഡിസയറോ അല്ലെങ്കിൽ തന്റെ പാർട്ണറിന്റെ സെക്ഷൽ ഡിസയറോ വിത്തൗട്ട് ഷെയിം മനസ്സിലാക്കുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് മീനിങ് ഓഫ് സെക്ഷൽ എംപവർമെന്റ്. ഫ്രീഡം ടു സേ യെസ് ഓർ നോ ഇൻ എനി സെക്ഷൽ ഓർ ഇന്റിമേറ്റ് സിറ്റുവേഷൻ. തനിക്ക് അൺകംഫർട്ടബിൾ ആകുന്ന സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഇന്റിമേറ്റ് സിറ്റുവേഷനിലോ യെസ് ഓർ നോ എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് സെക്ഷൽ എംപവർമെന്റ്. മേക്കിംഗ് ഇൻഫോംഡ് ചോയ്സസ് അബൌട്ട് റിലേഷൻഷിപ്സ്, മാരേജ് ആൻഡ് സെക്ഷുവാലിറ്റി. ആസ് എൻ ഇൻഡിവിജ്വൽ ആ ഒരു വ്യക്തിക്ക് തന്റെ റിലേഷൻഷിപ്പിലോ മാരേജിലോ സെക്ഷുവാലിറ്റിയിലോ ചോയ്സസ് പറയാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാകുക. മേക്കിംഗ് ഇൻഫോംഡ് ചോയ്സസ്, ദാറ്റ് ഈസ് സെക്ഷൽ എംപവർമെന്റ്. അവയർനെസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ബോഡിലി ഓട്ടോണമി. തന്റെ ബോഡിലി ഓട്ടോണമിനെ പറ്റിയിട്ടും തന്റെ മേലിലുള്ള തന്റെ റൈറ്റ്സിനെ പറ്റിയിട്ടും അവെയർ ആയിരിക്കുക. ദാറ്റ് ഈസ് സെക്ഷൽ എംപവർമെന്റ്. ബിൽഡിംഗ് കോൺഫിഡൻസ് ടു ചാലഞ്ച് റെസ്ട്രിക്ഷൻസ് ആൻഡ് സ്പീക്ക് ഓപ്പൺലി. നമ്മുടെ റെസ്ട്രിക്ഷൻസിനെ മറികടന്ന് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് സെക്ഷൽ എംപവർമെന്റ്. സോ വാട്ട് ഈസ് പാട്രിയാർക്കി? കൺട്രോൾ ഓഫ് ഡിസയർ. What is patriarchy and control of desire? Patriarchy controls women's sexuality to maintain family honor, reproductive roles, control of lineage and property. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഗുഡ് വുമന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെക്ഷൽ ഡിസയേഴ്സ് കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന, സപ്രസ് ചെയ്ത് വെക്കുന്ന വുമൻ ആണ് ഗുഡ് വുമൻ. സോ അതുപോലെ തന്നെ പാട്രിയാർക്കി കൺട്രോൾസ് വുമൻ സെക്ഷുവാലിറ്റി ടു മെയിൻറ്റെയിൻ. ഈ പാട്രിയാർക്കി നമ്മുടെ വുമൻ സെക്ഷുവാലിറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫാമിലി ഹോണറിന് വേണ്ടിയിട്ട്, റീപ്രൊഡക്റ്റീവ് റോൾസിന് വേണ്ടിയിട്ട്, കൺട്രോൾ ഓഫ് ലീനിയേജ് ആൻഡ് പ്രോപ്പർട്ടി. So it teaches women that desire is shameful, leading to silence and guilt. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടി, ആ കുട്ടീനെ നമ്മുടെ പണ്ട് കാലത്തുള്ള കൾച്ചറൽ നോംസും കാര്യങ്ങളും വെച്ചിട്ട് ഒരു പെൺകുട്ടിനോട് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ അട്രാക്ഷനും കാര്യങ്ങളും ഒരിക്കലും എക്സ്പ്രസ് ചെയ്യരുത്, അതൊക്കെ മീൻസ് അതൊക്കെ മോശമാണ്, അത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഫെമിലിയാരിറ്റിനെയോ ഫാമിലി ഹോണറിനെയോ ഒക്കെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അഡോളസന്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന സ്റ്റേജിലെത്തുന്ന സമയത്ത് ആ കുട്ടി അതിനെ ഷെയിം ആയിട്ടാണ് കാണുക. സോ ഇതെന്ന് പറയുന്നത് ടീച്ചേഴ്സ് വുമൻ ദാറ്റ് ഡിസയർ ഇസ് ഷെയിംഫുൾ. അതായത് വുമനെ ടീച്ച് ചെയ്യുവാണ് ഈ ഒരു ഡിസയർ എന്ന് പറയുന്നത് ഷെയിംഫുൾ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഗിൽറ്റ് അങ്ങനെ സംസാരിക്കുവാണെങ്കിൽ അത് സൈലൻസ് ആയിരിക്കണം, നിങ്ങൾ സംസാരിച്ചാൽ അത് ഗിൽട്ട് ആയിരിക്കും. So, Carolee Vance's argument, according to Carolee Vance's, Carolee Vance's എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് സ്കോളർ ആണ്. According to her, women internalize social controls regarding sexuality. Women internalize social controls regarding sexuality. അതായത് സെക്ഷുവാലിറ്റീനെ റിഗാർഡ് ചെയ്തിട്ട് വിമൻസ് ഇന്റർണലൈസ് സോഷ്യൽ കൺട്രോൾസ്, അതായത് സോഷ്യൽ കൺട്രോൾസിനെ വിമൻസ് ഇന്റർണലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിസയർ ബിക്കംസ് അസോസിയേറ്റഡ് വിത്ത് ഫിയർ, ഗിൽറ്റ്, എംബറാസ്മെന്റ് ആൻഡ് ഡേഞ്ചർ. ഇഫ്
ദ ഡിസയേഴ്സ് ബിക്കംസ് അസോസിയേറ്റഡ് വിത്ത് ഫിയർ, ഗിൽറ്റ്, എംബറാസ്മെന്റ് ആൻഡ് ഡേഞ്ചർ. അതായത് ഈ ഡിസയേഴ്സ്, അതായത് സെക്ഷൽ ഡിസയേഴ്സ് എന്ന് പറയുന്നത് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഫിയർ ആകാം, ഗിൽട്ട് ആകാം, എംബറാസ്മെന്റ് ആകാം, ആൻഡ് ഡേഞ്ചർ ആകാം. സോ ദിസ് പ്രിവെന്റ്സ് വിമൻ ഫ്രം എക്സ്പീരിയൻസിങ് പ്ലഷർ ആൻഡ് ഓട്ടോണമി. അതുകൊണ്ട് തന്നെ ഇത് വിമനെ പ്ലഷർ ആൻഡ് ഓട്ടോണമി എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നു. സോ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 2 വരുന്നത്. അതായത് നമ്മൾ മേജർലി എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് സെക്ഷുവാലിറ്റിയുടെ കോൺസെപ്റ്റ്, സെക്ഷുവാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന മേജർ ടൈറ്റിൽസ് ആയിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷൻ, ഇന്റിമസി, പ്ലഷർ ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്സ്, റീപ്രൊഡക്റ്റീവ്, അങ്ങനത്തെ കുറെ ടൈറ്റിൽസ് ഉണ്ട്. എന്താണ് ഗുഡ് വുമൺ, എന്താണ് ബാഡ് വുമൺ, അതെങ്ങനെയാണ് സൊസൈറ്റി കൺസിഡർ ചെയ്തിരിക്കുന്നത്, ആൻഡ് എന്താണ് നമ്മുടെ പാട്രിയാർക്കി, എങ്ങനെയാണ് സെക്ഷൽ ഓറിയന്റേഷൻ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷനെ പാട്രിയാർക്കി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചു, അതായത് ഹെട്രോസെക്ഷൽ, മോണോഗമസ്, ഇതൊക്കെ എങ്ങനെയാണ് സെക്ഷുവാലിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് മേജർലി നമ്മുടെ യൂണിറ്റ് 2 വരുന്നത്. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കോൺടാക്ട് ചെയ്യാം, സൈക്കോ ലേണിങ്ങിനെ കോൺടാക്ട് ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് മേജർ ആയിട്ട് യൂണിറ്റ് 2 വരുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.